കാസർഗോഡ് ജില്ലയിൽ വികസന പാതയിലുള്ള ഒരു പ്രധാന ടൗൺ അധികൃതരുടെ കടുത്ത അവഗണനയിൽ ശ്വാസം മുട്ടുന്നു. ചെർക്കള ജാൽസൂർ സംസ്ഥാന പാതയിലെ പ്രധാന കവലയായ കർമ്മന്തൊടി ടൗൺ ആണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല. സ്റ്റാർട്ട് യുവർ ജേർണി വിത്ത് കോൺഫിഡൻസ്. GTech എഡ്യൂക്കേഷൻ, ഫാത്തിമ ആർക്കേഡ്, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. ടെലിഫോൺ 7736 100 443 04994 227432. കാറടുക്ക പഞ്ചായത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കർമ്മന്തൊടി. സിനിമാ തിയേറ്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, അങ്കണവാടി, ആരോഗ്യ കേന്ദ്രം തുടങ്ങി നിരവധി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുള്ളേരിയ കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ കൂടിയാണിത്. എന്നാൽ പേരിന് മാത്രമാണ് ഈ വികസനമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൗണിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല എന്നതാണ്. കാസർഗോഡ്, മുള്ളേരിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഇവിടെ തണലേകാൻ ഒരു താവളമില്ല. പൈക്ക, നെല്ലിക്കട്ട ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾക്കായി ആളുകൾക്ക് സൗകര്യമുണ്ടെങ്കിലും മുള്ളേരിയ, അടൂർ, സുള്യ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ കടുത്ത വെയിലിലും മഴയിലും റോഡരികിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ്. യാത്രക്കാരുടെ സുരക്ഷയും ഇവിടെ വലിയ ചോദ്യചിഹ്നമാണ്. ചെർക്കള ജാൽസൂർ പാതയുടെ വികസനത്തിന്റെ ഭാഗമായി പലയിടത്തും ഓടകൾ നിർമ്മിച്ചെങ്കിലും കർമ്മന്തൊടി ടൗണിൽ ഇത് പാതി വഴിയിലാണ്. റോഡരികിൽ മഴവെള്ളമൊഴുകി വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പുല്ലു നിറഞ്ഞു കിടക്കുന്നതിനാൽ ഈ കുഴികൾ പെട്ടെന്ന് കണ്ണിൽപ്പെടുകയുമില്ല. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നാട്ടുകാർ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കോർത്ത് ഇവിടെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഒരു സുരക്ഷിതമായ നടപ്പാത പോലുമില്ലാത്തതിനാൽ തിയേറ്ററുകളിലേക്കും ആശുപത്രികളിലേക്കും പോകുന്ന ആളുകൾ ജീവൻ പണയപ്പെടുത്തിയാണ് റോഡിലൂടെ നടക്കുന്നത്. ഇതിനു പുറമെ ദിവസേന സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ഇവിടെ ഒരു പൊതു ശൗചാലയം പോലുമില്ല എന്നത് വലിയൊരു പോരായ്മയാണ്. പലതവണ ഗ്രാമസഭകളിൽ ഈ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തിരമായി ഓട നിർമ്മാണം പൂർത്തിയാക്കുക, സുരക്ഷിതമായ നടപ്പാതയും ആധുനിക രീതിയിലുള്ള പൊതു ശൗചാലയവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഒരുക്കുക എന്നിവയാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രധാന ആവശ്യം. വളർന്നുവരുന്ന ഈ ടൗണിന്റെ സമഗ്ര വികസനത്തിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.